ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം മട്ടൻ ബോൺ സൂപ്പിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ്റെ കാലാണ് കേട്ടോ നമ്മളന്ന് സൂപ്പിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു മൺകലത്തിൽ വെച്ച് നമ്മൾ നന്നായി വേവിച്ച് വറ്റിച്ചെടുത്തു. എന്നിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്തത്. സൂപ്പ് മാത്രം എടുത്ത് താളിച്ചെടുത്ത ശേഷം നമ്മളതിലെ ബോൺസിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പ് താളിക്കാൻ ഉപയോഗിച്ച പോലെ തന്നെ കുറച്ചധികം ചെറിയുള്ളി എടുത്ത് എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ച ബോൺസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മട്ടൻ സൂപ്പിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബോൺസ് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവ് അധികം വേണ്ട, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഈ മസാലയൊക്കെ നന്നായിട്ട് ബോൺസിൽ പിടിച്ച് നന്നായിട്ട് കുറുകി വരണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ മട്ടൻ്റെ ബോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ശരിക്കും എന്താ പേര് പറയാമെന്നൊന്നും അറിയില്ല. വേണമെങ്കിൽ മട്ടൻ്റെ എല്ല് കറിയെന്നോ അല്ലെങ്കിൽ എല്ല് താളിച്ചെന്നോ ഒക്കെ പറയാം. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. പരീക്ഷിക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ബോൺസിൻ്റെ ഭാഗം നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു മജ്ജ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ, കൊട്ടിയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.